മിന്നൽ പ്രളയത്തിൽ ഗ്രാമത്തിന്റെ ഒരു ഭാഗം മുഴുവൻ മണ്ണിനടിയിലായ ദരാലിയിൽ മണ്ണുമാന്തി ഉപയോഗിച്ചുള്ള തിരച്ചിൽ തുടരുന്നു. 2 കിലോമീറ്ററോളം നീളത്തിലും 1 കിലോമീറ്ററിലേറെ വീതിയിലുമുള്ള പ്രദേശമാകെ മണ്ണിനടിയിലാണ്. 200-ലേറെ ആളുകൾ ഇതിനടിയിൽ ഉണ്ടാകുമെന്നാണ് രക്ഷപ്പെട്ട ഗ്രാമവാസി പൂരൻ സിംഗ് പറഞ്ഞത്. 15 മുതൽ 20 മീറ്റർ ഉയരത്തിൽ മണ്ണ് വന്നു നിറഞ്ഞത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം മണത്തറിയാൻ ശേഷിയുള്ള നായ്ക്കളെ എത്തിച്ചും റഡാർ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാൽ നായ്ക്കൾക്ക് 10 മീറ്ററിൽ താഴെ മണം പിടിക്കാൻ കഴിയില്ല. റഡാറിനും പരിമിതിയുണ്ടെന്ന് NDRF അംഗങ്ങൾ പറഞ്ഞു. ഗംഗോത്രിയിലേക്കുള്ള ദേശീയപാത 34-ൽ ലിച്ചി ബാഗിൽ തകർന്ന പാലത്തിന് പകരം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബേലി പാലം നിർമ്മിച്ചു. പ്രതികൂല കാലാവസ്ഥയിൽ 3 ദിവസമെടുത്താണ് 90 അടി നീളമുള്ള പാലം പൂർത്തിയാക്കിയത്. 5 ദിവസമായി ആവശ്യ വസ്തുക്കൾ കിട്ടാതെ കഴിയുന്നവർക്ക് സാധനങ്ങൾ എത്തിക്കാൻ ഇതോടെ സാധിക്കും. തുടർന്നുള്ള ഭാഗങ്ങളിൽ പലയിടത്തും റോഡ് മുഴുവനായും ഒഴുകിപ്പോയതിനാൽ ദരാലി ഭാഗത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരും. ഇതുവരെ 1200ഓളം പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൂരൻ സിംഗ് പറയുന്നത് ആരെയും വേദനിപ്പിക്കുന്നതാണ്. 2 നില വീടിന്റെ മേൽക്കൂര മാത്രമാണ് പുറത്തുള്ളത്. വീടിനകമാകെ ചെളി. ദിവസങ്ങൾ നീണ്ട ശ്രമഫലമായി ചുറ്റുമുള്ള മണ്ണ് നീക്കി മുകൾ നിലയുടെ ഒരു ഭാഗം പുറത്തു കാണാവുന്ന തരത്തിലാക്കിയെങ്കിലും ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉള്ളുനീറുന്നുണ്ട്. വീട്ടിലാർക്കും ഒരു പോറൽ പോലും സംഭവിച്ചില്ല എന്നത് മാത്രമാണ് ആശ്വാസം. ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴായിരുന്നു ദുരന്തം. നിലവിളി കേട്ടാണ് എല്ലാവരും പുറത്തിറങ്ങിയത്. പിന്നെ കണ്ടത് സർവനാശം വിതച്ചുള്ള കുത്തൊഴുക്കാണെന്ന് പൂരൻ സിംഗ് പറഞ്ഞു.